ഇന്ന് നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹോട്ടലിലെ തിരക്ക് കുറവ് കണ്ടിട്ട് ആളില്ലാത്ത ഹോട്ടലാണെന്നൊന്നും ആരും ധരിക്കണ്ട. നമ്മൾ 12:30 മുന്നേ ഇവിടെ എത്തിന്. 12:15 ആ സമയത്താണ് നമ്മൾ വിശന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണേ. നമ്മൾ സാധാരണ 12:30 സമയത്തൊന്നും ഭക്ഷണം കഴിക്കാൻ പോകാറില്ല. പക്ഷേ ഇന്ന് വിശന്നുകൊണ്ട് നേരത്തെ ഇറങ്ങി. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനം മുമ്പിലെത്തിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ്, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. അതിൻ്റെ കൂടെ സലാഡും പിന്നെ അച്ചാറും. നമ്മളൊരു സിംഗിൾ ചിക്കൻ ബിരിയാണിയും ഒരു ഫുൾ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഈ കാണുന്നത് ഫുൾ ചിക്കൻ ബിരിയാണിയാണ്. അതിന് 200 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. സിംഗിൾ ചിക്കൻ ബിരിയാണിക്ക് 140 രൂപ. നമ്മൾ കണ്ണൂരുകാർ പണ്ട് മുതലേ രുചിക്കുന്ന ഒരു ബിരിയാണിയാണ് ഇത്. ഇവരുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റിലാണ് നമ്മളിന്ന് ബിരിയാണി രുചിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ സലാഡും അച്ചാറുമാണ് ഇവിടെ സൈഡായിട്ടുള്ളത്. പിന്നെ നമ്മൾ ബിരിയാണി കഴിക്കുന്നതിൻ്റെ അതേ സ്റ്റൈലിൽ ആദ്യം കുറച്ച് റൈസ് അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് അതിനകത്തേക്ക് ഒരു പീസ് ചിക്കൻ പൊട്ടിച്ച് വെക്കണം. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. ആയപാടുള്ള ബിരിയാണിയാണ്. നമ്മൾ കുറച്ച് നേരത്തോടെ പോയത് കൊണ്ട് നല്ല ചൂട് ബിരിയാണിയാണ് കിട്ടിയത്. അങ്ങനെ ഒരു നല്ല പീസ് ചിക്കൻ പൊട്ടിച്ചേരാണ് ഞാൻ ആ ഗ്രാമ്പു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് വേഗം എടുത്ത് മാറ്റി എന്നിട്ട് ആ ചിക്കനും റൈസും അവിടെ വെച്ചു. കുറച്ച് സലാഡ്, പിന്നെ കുറച്ച് അച്ചാർ, മാങ്ങയച്ചാറാണ്. അത് മൂന്നും കൂടി നന്നായിട്ട് റൈസിലേക്ക് മിക്സാക്കിയിട്ടാണ് കഴിച്ചത്. ഇങ്ങനെ എല്ലാം കൂടി മിക്സാക്കിയിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. അപ്പോഴാണ് ഒരാൾ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിച്ചത്. വെറുതെ ട്രോളാൻ നിൽക്കണ്ടെന്നാണ് എന്നോടിപ്പോൾ പറഞ്ഞത്. നമ്മൾ മറ്റുള്ള ഭക്ഷണം കഴിക്കുമ്പോഴല്ല, ബിരിയാണി കഴിക്കുമ്പോൾ ശരിക്ക് ആസ്വദിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ റൈസും ആ മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കിയിട്ട് വേണം കഴിക്കാൻ. എന്നാലേ അതിൻ്റെ ആ ഒരു മുഹബത്ത് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരുകാർക്ക് കുറച്ചൊരു സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ കണ്ണൂരുകാരെ ബിരിയാണിയുടെ രുചി അറിയിച്ചവരാണ് ഈ ഒരു ബ്രാൻഡ്. അതായത് നമ്മുടെ കണ്ണൂർ ടൗണിലുള്ളവർക്ക് പണ്ട് മുതലേ ബിരിയാണിയുടെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റേതാണ്. ഇപ്പം പിന്നെ കുറേ പുതുതലമുറ ഹോട്ടലുകൾ വന്നതുകൊണ്ട് കുറേയൊക്കെ മാറിപ്പോയെങ്കിലും ഇവരുടെ ആ ഒരു ബിരിയാണിയുടെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെയാണ്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമ്മളങ്ങനെ ഇന്നത്തെ നമ്മുടെ ബിരിയാണിയൊക്കെ വളരെ ആസ്വദിച്ചിട്ട് കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ കുടിക്കാനുള്ള മിൻറ്റ് ലൈമും കൂടി വന്നിട്ടുണ്ടായിരുന്നു. 35 രൂപയാണ് ഈ ഒരു മിൻറ്റ് ലൈമിന് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഇവിടെ AC റൂമും ഫാമിലി റൂമും ഒക്കെ വേറെ തന്നെ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. അപ്പം ഇതാണ് പുതിയ MBK ഹെറിറ്റേജ്. നമ്മുടെ തളാപ്പിൽ AKG ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ് ആണ്. സൈഡിലോട്ട് ബാക്കിൽ പാർക്കിങ്ങുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ബാക്കിൽ കാർ പാർക്ക് ചെയ്തിട്ട് അതിലൂടെ തന്നെ അകത്തേക്ക് കയറാനുള്ള വഴിയും ഉണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേ തന്നെ നമുക്ക് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് നമ്മുടെ കണ്ണൂർ മാർക്കറ്റിലാണ്. കണ്ണൂർ മാർക്കറ്റിൽ വന്നിട്ട് അവിടുന്ന് നമ്മൾ മിൻറ്റ് ലൈം ഒന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരാൾക്ക് മിൻറ്റ് ലൈം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൂർ മാർക്കറ്റിൽ വന്നിട്ട് അവിടുന്ന് നമ്മൾ ഇളനീർ ഷേക്കാണ് കുടിച്ചത്. അങ്ങനെ ഇപ്പോൾ ഓള് മാത്രം ഷേക്ക് കുടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനും കൂടി ഒരു ഇളനീർ ഷേക്ക് വാങ്ങി. 70 രൂപയാണ് ഇവിടെ ഇളനീർ ഷേക്കിന് ചാർജ് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം പാലൂസിൽ, കണ്ണൂർ മാർക്കറ്റിൽ പാലൂസ് ഏറ്റവും കൂടുതൽ ഇളനീർ ജ്യൂസും ഷേക്കും അതുപോലെ തന്നെ ഇളനീർ മുഴുവനായിട്ടും ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് പാലൂസ്, കണ്ണൂർ മാർക്കറ്റിൽ, മീൻ മാർക്കറ്റിൻ്റെ തൊട്ടിപ്പുറം തന്നെ. അവിടുന്ന് ഇളനീർ ഷേക്കും കുടിച്ചിട്ട് നേരെ പോയത് നമ്മുടെ ന്യൂസ് സ്റ്റോറിൻ്റെ ഇപ്പുറമുള്ള പഴയ പണ്ട് മുതലേയുള്ള മലബാർ ബേക്കറിയിൽ, കണ്ണൂരിലെ പണ്ട് മുതലേയുള്ള ബേക്കറിയാണ് ഇത്. കുറേ അവാർഡൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നും പഴയ ആ ഒരു രുചി തന്നെ നമുക്ക് ബിസ്ക്കറ്റും മറ്റുള്ള റൊട്ടികളും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം.